ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്ക്, കണ്ണൂർക്കാരുടെ കൽമാസ് എന്ന് പറയുന്നത്. നമ്മൾ എഗ്ഗ് വെച്ചിട്ടാണ് ഈ കൽമാസ് ഉണ്ടാക്കാൻ പോണേ. കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ചിക്കൻ കൽമാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ. സവാള, ഒരു സവാളയാണ് നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതിട്ട് കൊടുക്കുക. അതുപോലെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ചെറുതായി അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. ഒരുവിധം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടിയും മുളക് പൊടിയും ഓരോ ടീസ്പൂൺ വീതം, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, സ്വല്പം ഉപ്പ്. ഇനി നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അതിലേ നമ്മൾ ഒരു 3 മുട്ട പുഴുങ്ങി കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഏത് രീതിയിലുള്ള കഷ്ണങ്ങൾ വേണമെങ്കിൽ ആക്കാം നമുക്ക്. ഇത് നമുക്ക് ഇതിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. പതുക്കെ ഇളക്കണം കേട്ടോ. അതിൻ്റെ ഉണ്ണി അധികം അങ്ങനെ വേർതിരിഞ്ഞ് പോവാണ്ട് ഒന്ന് ഇളക്കിയെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുറച്ചേരം മൂടി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇത് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 1 മിനിറ്റാണ് നമ്മളൊന്ന് ചൂടാക്കിയത്. ഇതവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അരിപ്പൊടി 1 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. നാളികേരം നമ്മളൊരു കപ്പ് നാളികേരം, അത് എത്ര ഇട്ടാലും ടേസ്റ്റ് കൂടുതലാവും. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിൽ കുറച്ച് നാളികേരം നമുക്കൊരു കുറച്ച് സാധനങ്ങൾ അരയ്ക്കാനുണ്ട് കേട്ടോ. അരയ്ക്കാന്ന് വെച്ചാൽ ക്രഷ് ചെയ്തെടുക്കാൻ. ഒരു 5-6 ചുവന്നുള്ളി, പിന്നെ പെരിഞ്ജീരകമാണ്, അത് നല്ല ജീരകമാണ്, അത് ഓരോ ടീസ്പൂൺ വീതം നമുക്ക് എടുക്കാം. അത് ഇതിലേക്ക് നാളികേരത്തിലേക്ക് അത് ഒരുമിച്ചിട്ട് ക്രഷ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് നാളികേരം അതിലിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ കപ്പിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാൻ ഞാൻ. നമ്മളിത് ക്രഷ് ചെയ്ത് കൊണ്ട ആ നാളികേരം കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് തിരുമ്പണം കേട്ടോ. പൊടിയും നാളികേരം ക്രഷ് ചെയ്തതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പും. തിളച്ച വെള്ളം, ചൂടുവെള്ളം കേട്ടോ. ഇത് കുറേശ്ശെ ഇതൊഴിച്ചിട്ട് നല്ല ചൂടുണ്ട്. നമുക്ക് ഇങ്ങനെ കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് ഇത്തിരി ചൂടാറുമ്പോൾ, അതായത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക സ്പൂൺ കൊണ്ട്. എന്നിട്ട് നന്നായി ചൂടാറുമ്പോൾ കുഴച്ചെടുത്താൽ മതി കേട്ടോ.
അപ്പോൾ അതിങ്ങനെ നമ്മൾ നല്ല ഭംഗിയായിട്ട് കുഴച്ച് വെച്ചു കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതിങ്ങനെ ഒന്ന് നന്നായിട്ട് പരത്തിയിട്ടേ, കുറച്ച് പരത്തിയാൽ മതി. മുട്ട നമ്മൾ ഒരു മസാല ഉണ്ടാക്കിയില്ലേ, ആ മസാല മുട്ടയോടുകൂടി വെച്ച് 2 പീസ് വന്നു ഇത്തിരി മസാല കൂടി വെക്കട്ടെ അതിൽ. എന്നിട്ട് നമ്മളിതൊന്ന് അടച്ചെടുക്കണം. അതൊക്കെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. കുറച്ച് മസാലയും കൂടി വെച്ച് ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. വെള്ളം വെച്ച് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടില്ല എന്ന് വെച്ചാൽ കുറച്ചും കൂടി നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം തിളപ്പിക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ. നമ്മളിത് ഒരു 6 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് തുറന്ന് വയ്ക്കാം. ഒന്ന് ചെറുതായിട്ട് ചൂടാറണം. എന്നിട്ട് വേണം നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ. ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മാരിനേഷൻ ഉണ്ട്. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സ്വല്പം ഉപ്പ്, ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ കൽമാസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ ഷാലോ ഫ്രൈ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഹെൽത്തിയാണ്. ഒരുപാട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണ ഒരു ഡിഷല്ല അത്. ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ടെടുക്കാൻ വേണ്ട. എന്തായാലും വെന്ത് കഴിഞ്ഞതാണ്. അതിൻ്റെ ഒരു ഭംഗിക്കും ഒരു ടേസ്റ്റിനും കൂടിയാണ് കേട്ടോ. അത് സിമ്പിളാണ് ഉണ്ടാക്കാൻ, ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൂടാവണം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരട്ടിയെടുത്താൽ മതി. അല്ലാണ്ട് ഒരുപാട് ഇങ്ങനെ അതാക്കണ്ട. അതുപോലെ എല്ലാം അപ്പോൾ വെന്ത കാരണം ഈ പറഞ്ഞ പോലെ ഇത് പൊട്ടിയൊന്നും പോരില്ല കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും. ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് പതുക്കെ അതിലിടാം. ഫ്ലെയിം ഒന്ന് മീഡിയം കുറച്ച് വെച്ചോ. അങ്ങനെ കാണിച്ചാൽ മതി. ഓൺ ചെയ്ത് വെച്ചില്ലേ. ജസ്റ്റ് അതായത് ഈ കാണിക്കുന്ന പോലെ പാൻ പിടിച്ചൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. എല്ലാ ഭാഗവും ഒന്ന് ഉരുണ്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയി വന്നോളും. ഇപ്പോൾ ഒരുവിധം ആയിട്ടും ഉണ്ട്. എന്നാലും നല്ല ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഇടണ്ട. അങ്ങനെ ഇടില്ല. അങ്ങനെ പാത്രം അങ്ങനെ വെച്ചിട്ട് ഇടാൻ പാടില്ല. അത് പറയാം. താനിട്. ഇത് ഞാൻ തന്നതല്ലേ, എനിക്ക് ഇട്ടൂടെ. ചൂടുള്ള സാധനം പിടിച്ചിട്ട് അങ്ങനത്തെ പാത്രത്തേക്ക് ഒരിക്കലും കമത്തിടും.
ഞാൻ 2-3 മല്ലിയിലേരെ കഷ്ണം കൊണ്ടുവരാം, ഒന്ന് ഭംഗിയിൽ വെക്കാൻ. കൽമാസ് പപ്പേ ഇപ്പോൾ പ്രാവശ്യം ഇപ്പോൾ പപ്പ ഉണ്ടാക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കല്ല, ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. വളരെ ഈസി അല്ലേ ഉണ്ടാക്കാൻ, നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിപ്പോ എഗ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും പരീക്ഷിക്കാവുന്ന ഒരു വെറൈറ്റിയാണ്. അതെ അതെ. പിന്നെ ഈ ഞാനിപ്പോൾ എന്താ പറയുക, ഈ സൈഡിൽ വീണ വെളുത്തുള്ളിയുടെ അവ ഒരിഞ്ഞെടുത്ത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ പുറത്തൊക്കെ എന്താ പറയുക, വെളുത്തുള്ളിയുടെ ഒരു ചെറിയ ഒരു കഷ്ണങ്ങൾ വന്ന കാരണം ഇതിങ്ങനെ കഴിക്കുമ്പോൾ, പിന്നെ അതുപോലെ ജീരകം, നല്ല ജീരകമുണ്ട്, പെരുംജീരകമുണ്ട്, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിലിങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കുക മാത്രമല്ല, ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന് പറയാം. പ്ലീസ് കമന്റ് ബോക്സിൽ വന്ന് പറയാം. അപ്പൊ ഞങ്ങൾക്കും ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുമ്പോൾ നമുക്ക് അതിൽ മാറ്റങ്ങളും ഇതൊക്കെ ചെയ്യാലോ. അതെ, നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർക്കാർക്ക് അധികം തൃശ്ശൂർ കിട്ടാറുണ്ട്, കഴിക്കാൻ കിട്ടാറുണ്ട്. പല ബേക്കറികളിൽ നിന്നും അത് ഹോം മെയ്ഡ് അങ്ങനത്തെ കഴിക്കാൻ കിട്ടാറുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലൊന്നും അധികം ഉണ്ടാക്കാത്തതാണ്. പക്ഷെ ഈസി ആയതുകൊണ്ട് ശരിക്കും പറയാൻ ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ്, ടേസ്റ്റിയാണ്. എല്ലാ പ്രൊസീജിയറും നമ്മൾ ഇവിടെ ലിസ്ബി കിച്ചണിൽ കാണിച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഈവൻ ആണുങ്ങൾക്ക് പോലും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായ ഈ എന്നിട്ട് പേര് കൽമാസ് നിങ്ങൾ ട്രൈ ചെയ്യൂ. ഓക്കെ, ബൈ.